ഇറാനെ അമേരിക്ക ആക്രമിക്കാതിരുന്നത് അയത്തുള്ള അലി ഖമനയോടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടാണ് അല്ലേ? എന്ന് പറയാൻ പറ്റത്തില്ല. ട്രംപ് ഇന്നലെ 2 കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ആണല്ലോ ട്രൂത്ത് സോഷ്യൽ. അതിൽ ഖമനയെ കൊന്നങ്ങ് കൊല വിളിക്കുകയാണ്. അപ്പോൾ ഒരു സൗഹൃദം ഇല്ല. ഖമനയോട് പറയുന്നു, എടോ പച്ചമലയാളം, അതിൻ്റെ പദാനുപത ട്രാൻസ്ലേഷൻ അല്ല, എടോ കിളവ, താൻ എവിടെയാണ് ഒളിച്ചിരുന്നതെന്ന് എനിക്കും അമേരിക്കൻ പട്ടാളത്തിനും ഇസ്രയേലിനും അറിയായിരുന്നു. തനിക്ക് ഏറ്റവും വൃത്തികെട്ടവും നിന്ദ്യവുമായ ഒരു മരണം തരാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇസ്രയേൽ തന്നെ കൊല്ലാൻ തീരുമാനിച്ച് പുറപ്പെട്ടതാണ്, ഞാനാണ് തടഞ്ഞത്. ട്രംപ് പറയാണ്. അതിന് താൻ എന്നോട് നന്ദിയൊന്നും പറയണ്ട, മര്യാദയ്ക്ക് പെരുമാറണം. താൻ ഇങ്ങനെ വലിയ സോക്കോൾഡ് സ്വയം വിളിക്കുന്ന വലിയ വലിയ പണ്ഡിതനോ മത നേതാവ് പരമോന്നത നേതാവും ഒക്കെ ആണല്ലോ. താൻ ഭയങ്കര വിശ്വാസിയാണെന്നല്ലേ പറയുന്നത്. ആദ്യം അത്രയും വലിയ വിശ്വാസിയാണെങ്കിൽ താൻ ആദ്യം സത്യം പറയണോ, കള്ളം പറയരുത്. താൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറാൻ അമേരിക്കയെയും ഇസ്രയേലിനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചുവെന്ന്. തേങ്ങയാണ്, തേങ്ങ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാം. ട്രംപ് മലയാളിയാണ് അങ്ങനെ പറയുന്നത്. താൻ എന്താ തൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവൻ, അതിന് ട്രംപ് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചതിന് ശേഷം ഉപയോഗിച്ചിരുന്നൊരു വാക്ക് ഡിസ്ട്രോയിഡ് എന്നല്ല, ഒബ്ലിറ്ററേറ്റഡ് എന്നാണ്. ഒബ്ലിറ്ററേറ്റഡ് എന്നുള്ള വാക്കിൻ്റെ മലയാളത്തിലെ അർത്ഥം തുടച്ചു നീക്കി എന്നാണ്. ഒന്നും ബാക്കിയില്ലാതെ നശിപ്പിച്ചു എന്നാണ്. ആ വാക്ക് വീണ്ടും ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒബ്ലിറ്ററേറ്റഡ്, തൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവൻ ഞാനങ്ങ് തുടച്ചു നീക്കി. എന്നിട്ട് ഇറാനിലുള്ള നിൻ്റെ സൈനിക മേധാവികളെ, നിൻ്റെ ആളുകളെ എല്ലാവരെയും വന്ന് ഇസ്രയേലിലെ പിള്ളേർ തട്ടി. തനിക്കറിയാമോ? ട്രംപ് ചോദിക്കുകയാണ്, ഒരു വമ്പൻ വിമാന നിര ഇസ്രയേൽ ഇറാനിലേക്ക് വിട്ടിരുന്നു. ഞാനെന്താ അറിഞ്ഞപ്പോൾ ഞാൻ ബിബിയോട് പറഞ്ഞു, തിരിച്ചു വിളിക്കുക. ഞാൻ അങ്ങനെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ ഇറാൻ ഇന്ന് മാപ്പിൽ പോലും കാണത്തില്ലായിരുന്നു. അതായത് നമ്മൾ ഇതുവരെ അറിയാത്ത ഒരു കാര്യം. ട്രംപിൻ്റെ വിടുവായത്തരമാണോ എന്നറിയില്ല, ചിലതൊക്കെ അങ്ങനെ വിടുവായത്തരം പറയാനാണ്. പക്ഷേ ഇതിൽ അതാവാൻ സാധ്യതയില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ മുടിക്കാനുള്ള ഒരവസരം ആയി കണ്ട് ഈ സന്ദർഭത്തെ വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിഭീകരമായ ആക്രമണം നടത്തി. ആദ്യത്തെ ദിവസം തന്നെ 200 വിമാനങ്ങൾ പറന്നു എന്നാണ് ആക്രമിച്ചത്. പിന്നീട് ട്രംപ് പറയുന്നു, ഒരു വിമാനങ്ങളുടെ ഒരു വമ്പൻ നിര ഇസ്രയേൽ അങ്ങോട്ട് വിട്ടതാണ്. അവിടെ അത് വന്ന് അവരവിടെ എത്തി 2000 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇറാനിൽ എത്തിയിരുന്നെങ്കിൽ ഇറാൻ തുടച്ചു നീക്കപ്പെടുമായിരുന്നു, ഇറാൻ ഭൂമിയിൽ ഉണ്ടാവത്തില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അത് വെറുതെ ഒരു വീൺവാക്കായിട്ട് കരുതാൻ കഴിയില്ല. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അമേരിക്ക എന്തു പറഞ്ഞാലും അതിനപ്പുറത്ത് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്ക പോയി ഫോർദോയിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇസ്രയേൽ പോയിട്ട് അവിടെ ബോംബിട്ടത്. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അതിമാരകമായ പ്രഹരം കൊടുക്കാൻ അവർ തീരുമാനിച്ചുറച്ചിരുന്നു. ഈ പറയുന്നത് പോലെ ഇസ്രയേലിൻ്റെ ഒരു പരാതിയും ഇടയ്ക്ക് കയറി ട്രംപ് കൈക്ക് പിടിച്ചു എന്നുള്ള പരാതിയാണ് നെതന്യാഹുവിനുള്ളത്. അതിനുശേഷം ട്രംപ് പറയുകയാണ്, തൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ ഇറാനിലെ, ഈ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം കൊണ്ട് ഇയാൾ നട്ടം തിരികെയായിരുന്നു. എന്നാൽ ഈ ഉപരോധമൊക്കെ അങ്ങ് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് പതുക്കെ അതിനുള്ള ഫയലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഇപ്പോൾ വന്നിട്ട് അമേരിക്കയെ തോൽപ്പിച്ചു, ഇസ്രയേലിനെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തനിക്കൊരു മണ്ണം കെട്ടേ ഞാൻ ചെയ്തിരുന്ന തൻ്റെ ഉപരോധം തുടരും. അതായത് ഇറാനുമായിട്ട് വേണമെങ്കിൽ എണ്ണക്കച്ചവടമൊക്കെ നടത്താം എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. പെട്ടെന്നാണ് ഇയാളുടെ നിലപാട് മാറുന്നത്. അതായത് ഇപ്പോൾ ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിന് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ചരിത്രം വാതിൽക്കൽ വന്ന് മുട്ടുവിളിച്ച സമയമായിരുന്നു ഇറാനെ അടിച്ചു തീർക്കാൻ വേണ്ടി. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ആക്രമണവും ഇസ്രയേൽ നടത്തി ഫോർദോ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമേരിക്കയുടെ സഹായം തേടിയത്. അത്രയും ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഖത്തറിലെ അമേരിക്കൻ ബേസിലേക്ക് ഒരു മിസൈൽ വന്നതിന് ശേഷം ട്രംപ് നിലപാട് മാറ്റി ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിൽ വലിയ അതൃപ്തി ട്രംപിനുണ്ട്. മാത്രമല്ല US ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചില റിപ്പോർട്ടുകൾ ലീക്കായി വന്നിരിക്കുന്നത് ട്രംപ് പറയുന്നതിന് വിപരീതമായിട്ടാണ്. കാരണം കാര്യമായ നാശനഷ്ടങ്ങൾ ഇറാൻ്റെ എൻറിച്ചഡ് യുറേനിയത്തിന് സംഭവിച്ചിട്ടില്ല. അത് സുരക്ഷിതമായിട്ട് ഏതാണ്ട് 400 കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് എന്നുള്ള വാദം
ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് എന്ന പേരിൽ വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇത് ട്രംപിന് ക്ഷീണമായിപ്പോയി. അപ്പോൾ വല്ലാതെ ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല എന്നൊരു തോന്നൽ, വിമർശനം ഇൻറ്റേർണലി ട്രംപിന് നേരെയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ട്രംപ് വല്ലാതെ ബി അങ്ങ് പുകഴ്ത്തി. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരനാണ്. അദ്ദേഹം ഇസ്രയേലികൾക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ ഇസ്രയേൽ ജനത ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് വലിയ വിഷമമുണ്ട്. ഒരു 3 കേസുകൾ ഇസ്രയേൽ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മര്യാദകേടാണ്! ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീരനായകരിൽ ഒരാളായ നെതന്യാഹു എന്ന് പറയുന്നില്ല, ബി എന്നുള്ള ഓമനപ്പേരാണ് പറയുന്നത്. ബീബിക്കെതിരെ ഇങ്ങനെ കേസെടുക്കാൻ ഇസ്രയേൽ ജനത സമ്മതിക്കരുത്. കോടതികൾ ഒന്നെങ്കിലും ഒരു കാര്യം ചെയ്യണം, സ്വമേധയാ ആ കേസുകൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ബീബിക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് രണ്ടാമതൊരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നെതന്യാഹു വല്ലാത്ത ഖിന്നനാണ്, അതൃപ്തിയുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി നെതന്യാഹുവിനെ തടവുകയാണ്. ഇസ്രയേൽ ജനതയോടാണ് പറയുന്നത്, നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ വീരപുരുഷനാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ വീരനായകനെ നിസ്സാരമായ 2 കേസുകൾ എങ്ങാണ്ടും എന്തോ ടെലികോം കമ്പനിയുടെ എന്തോ അഴിമതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരണ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഹാകഷ്ടമാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ ആലോചിക്കും, നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു കേസുണ്ട്. ഉടനെ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് വളരെ മോശമാണ്, നിങ്ങൾ ആ കേസ് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടതികൾ ആ മന്ത്രിക്ക് മാപ്പ് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദ കേട്ടോ അല്ലേ? അങ്ങനെ പറയത്തില്ല. വേറൊരു രാജ്യത്തെ നിയമമല്ല മറ്റൊരു രാജ്യത്ത് ഉള്ളത്. മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിന് മറ്റൊരു രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോട്ട് അധികാരവുമില്ല. പക്ഷെ നെതന്യാഹുവിനെ വേണ്ടിയിട്ട് ബി എന്ന് ആവർത്തിച്ച് 6 or 7 തവണ വിളിച്ചുകൊണ്ട് ട്രംപ് ഇങ്ങനെയും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രംപിന് നെതന്യാഹുവിനെ ഒന്ന് കൂടെ നിർത്തി ചേർത്ത് നിർത്തണം, എൻ്റെ ആളാണ് നെതന്യാഹു എന്ന് പറയണം. 2, ട്രംപിനെതിരെ ഇസ്രയേലിൽ ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് പറയണം, എൻ്റെ ആളാണ് ബി, ഞാൻ ബിയുടെ കൂടെയാണെന്ന് പറയണം. വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഈ നെതന്യാഹുവിൻ്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമൊന്നുമില്ല. ഈ മറ്റ് പാർട്ടികളുടെയൊക്കെ തീവ്ര ജുദായിസം, സയനിസം പറയുന്ന പാർട്ടികളുടെയൊക്കെ പിന്തുണയോടെ ആണ് നെതന്യാഹുവിൻ്റെ സർക്കാർ തുടരുന്നത്. അവരിൽ പലർക്കും ഈ യുദ്ധം അവസാനിപ്പിച്ചതിൽ താല്പര്യമില്ല. ഓർക്കുന്നില്ലേ, ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ബെൻഗീവർ രാജിവെച്ചു. അതെ, പിന്തുണയില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് വീണ്ടും യുദ്ധം പുനരാരംഭിച്ചപ്പോഴാണ് ബെൻഗീവർ തിരിച്ചു വന്നത്. അങ്ങനെ നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും ചരിത്രം വാതിലിൽ വന്ന് മുട്ടി വിളിച്ച ഈ സന്ദർഭം ഫലപ്രദമായി ഉപയോഗിച്ചില്ല ഇസ്രയേൽ എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രംപ് പറഞ്ഞ കേൾക്കുന്ന ഒരാളിപ്പോൾ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല, ട്രംപിന് ഒരു തോന്നലുണ്ട്, ഈ യുദ്ധം പെട്ടെന്ന് ഇങ്ങനെ അവസാനിപ്പിച്ചതിൽ നെതന്യാഹുവിനും അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് നെതന്യാഹുവിനെയും പറ്റിക്കുന്നു, ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു. ഇസ്രയേലിന് ഒരു നാശവും വന്നിട്ടില്ല, ഇസ്രയേലിനെ തോൽപ്പിച്ചു എന്ന് പറയാൻ അദ്ദേഹം പറയുന്നത്, ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ പറയുന്നത് അമേരിക്കയും ഇറാനുമായിട്ടുള്ള യുദ്ധം അല്ല, ഇസ്രയേലും ഇറാനുമായുള്ള യുദ്ധം. അമേരിക്ക അതിനകത്ത് എന്തെങ്കിലും ചെയ്തതായിട്ട് പറയുന്നില്ല. ആ യുദ്ധത്തിൽ ഇറാൻ ഒരിക്കലും ഇസ്രയേലിനെ തോൽപ്പിച്ചിട്ടില്ല. തോറ്റ് നശിച്ച് നാശമായത് നിങ്ങളുടെ രാജ്യമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണിപ്പോൾ ഇറാൻ ഒരു തകർന്ന രാജ്യമാണ്, വീണുപോയ സൈന്യമാണ്, സമ്പദ്ഘടനയോ ഹൊറിബിളായിട്ടുള്ള സമ്പദ്ഘടനയാണ്. ഇങ്ങനെ ചുറ്റും മരണമാണ് ഇറാനിൽ. ഇങ്ങനെയുള്ള ഒരു ഇറാനെ കുറിച്ചിരുന്നിട്ടാണോ അല്ലയോ അയത്തള്ള ഖമനയി എന്ന് പറയുന്ന വൃദ്ധ മതഭ്രാന്ത ഇയാൾ ഈ ജൽപ്പനങ്ങൾ നടത്തുന്ന, താനൊരു മതവിശ്വാസിയാണല്ലേ, കള്ളം പറയരുതെന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ഇറാനെ ആക്ഷേപിക്കുകയും ഖമനയിയെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ട്രംപ് ബിയെ പുകഴ്ത്തുന്നു. മാത്രമല്ല, മറ്റൊന്നുകൂടി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഇനിയും ഇറാനെ ആക്രമിക്കും. നിങ്ങളിനി എൻറിച്ചഡ് യുറേനിയം ഉണ്ടാക്കാൻ, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാക്കാൻ ഇനി ശ്രമം നടത്തിയാൽ ഇനിയും ആക്രമിക്കും എന്ന് വീണ്ടും ട്രംപ് പറയുന്നു. അപ്പോൾ അതിനകത്ത് ആക്രമിച്ച് ഇറാനെ പൂർണ്ണമായും തകർത്തു എന്നെങ്കിൽ
പിന്നെ ആക്രമിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ വല്ലാത്തൊരു വീണ്ടും വിചാരം വരുന്നു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു റിജീം ചേഞ്ച്, ഭരണമാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ ഘടകമായിരുന്നു, അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങൾ സർക്കാരിനെതിരായിരുന്നു, ക്ഷീണിച്ച സൈന്യമായിരുന്നു. ഇറാൻ്റെ ഒരൊറ്റ വിമാനം പോലും പറന്ന് പൊങ്ങിയില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ. കാരണം ഇസ്രായേൽ അങ്ങോട്ട് പറന്ന് ചെന്ന് വിമാനങ്ങളിൽ ചെന്നാണ് ആക്രമിച്ചത്. അവിടേക്ക് പറന്ന് ചെന്ന ഒരു വിമാനത്തെ പോലും ഇവർക്ക് മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ പറ്റിയില്ല, വിമാനവേദ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ പറ്റിയില്ല. കാരണം എയർ ഡിഫൻസ് മുഴുവൻ പോയിരുന്നു. ഇറാൻ്റെ ആകാശം മുഴുവൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിലായിരുന്നു. അപ്പോൾ അത്രയും ദയനീയാവസ്ഥയിൽ നിന്ന് കുറേ മിസൈലുകൾ മാത്രമുണ്ട്. ആ മിസൈലുകളൊക്കെ ഇൻ്റർസെപ്റ്റ് എല്ലാം പൂർണ്ണമായി ഇൻ്റർസെപ്റ്റ് ചെയ്തതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. എന്നാൽ പോലും ഇറാനിലെ ഈ ഖമനയുടെ നേതൃത്വം അവസാനിപ്പിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തലവേദന ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഭരണം കൊണ്ടുവരാനുള്ള അവസരം കളഞ്ഞു കുളിച്ചു എന്നുള്ള വിമർശനം ട്രംപിന് നേരെയുണ്ട്. അതിൽ ട്രംപിനുള്ള പശ്ചാത്താപമോ തെറ്റുതിരുത്തലോ ഒക്കെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും സമാശ്വസിപ്പിക്കുക, ഇറാനോട് വീണ്ടും പറയുക ഇനിയും വേണ്ടി വന്നാൽ അടിക്കുമെന്ന് പറയുക, എന്നിട്ട് ഖമനയോട് പറയുന്നു എടോ തൻ്റെ ജീവിതം എൻ്റെ ഭിക്ഷയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത്. ഏതായാലും ട്രംപിന് യുദ്ധവിരാമം ഉണ്ടാക്കിയത് ശരിയായ സമയത്തല്ല എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.